അരനൂറ്റാണ്ട് കാലമായി ഒരേ മുന്നണിയുടെ ഭരണത്തിൽ തുടരുന്ന അപൂർവ രാഷ്ട്രീയ ചരിത്രമാണ് കോഴിക്കോട് കോർപ്പറേഷനുള്ളത്. രൂപവൽക്കരിച്ച മുതൽ കൃത്യമായ ഇടത് ചായ്വ് പ്രകടമാക്കി നഗരസഭ മാർക്സിസ്റ്റ് കോട്ട എന്ന് വിശേഷിക്കപ്പെടുന്നു. എന്നാൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലെ ചരിത്രം തിരുത്തി കുറിക്കപ്പെടുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. LDFനെ സംബന്ധിച്ച് ഇത് ഭരണ തുടർച്ചയ്ക്കായുള്ള വെറുമൊരു തിരഞ്ഞെടുപ്പ് മാത്രമല്ല, മറിച്ചൊരു യഥാർത്ഥ അഗ്നി പരീക്ഷണം തന്നെയാണ്. കഴിഞ്ഞ 15 വർഷത്തെ തിരഞ്ഞെടുപ്പ് കണക്കുകൾ LDFന്റെ മേധാവിത്വം വ്യക്തമാക്കുന്നു. 2010-ൽ 41 സീറ്റുകൾ നേടി ഭരണം നിലനിർത്തിയ ഇടതുമുന്നണി 2015-ൽ 48 സീറ്റുകളിലേക്ക് കുതിച്ചുയർന്നു. അതേസമയം UDF 34-ൽ നിന്ന് 20 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തി. 2020-ൽ LDF 51 സീറ്റുകളോടെ ഭരണം കൂടുതൽ ഭദ്രമാക്കിയപ്പോൾ UDF 17 സീറ്റുകളിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. എന്നാൽ 2015-ലും 2020-ലും 7 സീറ്റുകൾ വീതം നേടി BJP തങ്ങളുടെ സാന്നിധ്യം കോർപ്പറേഷനിൽ ഉറപ്പിച്ചു. 2020-ൽ 22 ഇടങ്ങളിൽ രണ്ടാമതെത്താൻ BJPക്ക് കഴിഞ്ഞുവെന്നത് നഗരത്തിലെ ത്രികോണ മത്സരത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. 75 വാർഡുകളായിരുന്ന കോർപ്പറേഷൻ വിഭജനത്തിനു ശേഷം 76 വാർഡുകളായി വർദ്ധിച്ചിട്ടുണ്ട്. തുടർച്ചയായ ഭരണത്തിനൊടുവിൽ നിലവിലെ കോർപ്പറേഷൻ ഭരണത്തിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം രൂപപ്പെട്ടിട്ടുണ്ട്. അഴിമതി ആരോപണങ്ങളും കെടുകാര്യസ്ഥതയും ഭരണത്തെ പ്രതിക്കൂട്ടിലാക്കിയ കാലമായിരുന്നു ഇത്. ഗുരുതരമായ മാലിന്യ പ്രശ്നം, പാളയം മാർക്കറ്റ് മാറ്റുന്നതിലെ അനിശ്ചിതത്വം, കിഡ്സ് ആൻഡ് കോർണർ പൊളിച്ചെടുക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ കോർപ്പറേഷൻ ഭരണം ജനരോക്ഷം നേരിടുന്നുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാൻ UDF ഇത്തവണ കരുത്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കി കളം പിടിക്കാൻ നേരത്തെ തീരുമാനിച്ചു. 45 വർഷത്തിന് ശേഷം കോഴിക്കോടിനൊരു കോൺഗ്രസ് മേയർ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ കേന്ദ്രബിന്ദു. UDF മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത് പൊതുസമ്മതനും ചലച്ചിത്ര സംവിധായകനുമായ VM വിനുവിനെയാണ്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ കല്ലായി ഡിവിഷനിലാണ് VM വിനു ജനവിധി തേടുന്നത്. നാടകത്തിലൂടെ കലാരംഗത്ത് സജീവമായ വിനു ബാലേട്ടൻ, വേഷം, ബസ് കണ്ടക്ടർ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സംവിധാനം ചെയ്ത വ്യക്തിയാണ്. വിനുവിന്റെ പൊതുസമൂഹത്തിലെ സ്വീകാര്യത നിഷ്പക്ഷ വോട്ടർമാരെ UDFനൊപ്പം എത്തിക്കുമെന്നതാണ് കോൺഗ്രസ് കരുതുന്നത്. ആകെയുള്ള 76 വാർഡുകളിൽ 49 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. സീറ്റ് വിഭജനത്തിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗ്രൂപ്പ് വീതം വെപ്പിന് അധികം പോകാതെ കഴിവുള്ളവരെയാണ് ഇത്തവണ പരിഗണിച്ചതെന്ന് UDF നേതാക്കൾ അവകാശപ്പെടുന്നത്. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് പാറോപ്പടി ഡിവിഷനിൽ മത്സരിക്കുന്നതും ഈ തന്ത്രത്തിന്റെ ഭാഗമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ KS ശബരിനാഥിനെ കളത്തിലിറക്കിയ സമാന തന്ത്രമാണ് കോഴിക്കോടും UDF പരീക്ഷിക്കുന്നത്. കോഴിക്കോടിന്റെ ചുമതല രമേശ് ചെന്നിത്തലയ്ക്കാണ്. മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കി കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. മുസ്ലിം ലീഗ് തങ്ങളുടെ സ്ത്രീ വിരുദ്ധരെന്ന് ഇമേജ് മാറ്റിയതിന്റെ ഭാഗമായി വനിതാ യുവ നേതാവിനെ കളത്തിലിറക്കി ശ്രദ്ധ നേടി. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയും ഹരിതയുടെ മുൻ നേതാവുമായ അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ കുറ്റിച്ചിറ ഡിവിഷനിൽ നിന്ന് ജനവിധി തേടും. യുവ നേതാക്കളെ രംഗത്തിറക്കി തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള UDFന്റെ തന്ത്രപരമായ നീക്കമാണിത്. അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വമാണെങ്കിലും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരിഗണിക്കാനിരിക്കെയാണ് തഹ്ലിയ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ മികച്ച വിജയം നേടാമെന്ന് UDF കണക്ക് കൂട്ടുന്നു. മുന്നേറ്റം ലക്ഷ്യമിട്ട് BJPയും ശക്തമായ നീക്കങ്ങളാണ് നടത്തുന്നത്. കഴിഞ്ഞ തവണ 7 സീറ്റുകൾ നേടി മിന്നും പ്രകടനം കാഴ്ചവെച്ച BJP ഇത്തവണ 20 സീറ്റുകളെങ്കിലും അധികം നേടുമെന്നാണ് നേതാക്കളുടെ ആത്മവിശ്വാസം. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ തിരഞ്ഞെടുപ്പ് ചുമതല ഏറ്റെടുത്തതോടെ കോഴിക്കോട് കോർപ്പറേഷൻ പ്രവചനാതീതമാവുമെന്നാണ് പാർട്ടി അവകാശപ്പെടുന്നത്. 22 സീറ്റുകളിൽ രണ്ടാമത്തെത്തുകയും നേരിയ വോട്ടിന് 3-ാം സ്ഥാനം എത്തുകയും ചെയ്തതിന്റെ പിൻബലത്തിലാണ് അവരുടെ ഈ ആത്മവിശ്വാസം. 45 ഡിവിഷനുകളിൽ കേന്ദ്രീകരിച്ച് ശക്തമായ മത്സരം നടത്താനാണ് BJPയുടെ നീക്കം. പാർലമെന്ററി പാർട്ടി നേതാവും മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയുമായ നവ്യ ഹരിദാസ് കാരംപറമ്പിൽ മത്സരിക്കും. നിലവിലെ കൗൺസിലർ T റനീഷ് പൊറ്റമ്മലിലും മുൻ കൗൺസിലർ നമ്പിടി നാരായണൻ പന്ന്യങ്കരയിലും ജനവിധി തേടും. മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് BJP നേതാക്കൾ പറഞ്ഞെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ നവ്യ ഹരിദാസിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു ചാലപ്പുറം ഡിവിഷനിൽ പ്രചാരണം തുടങ്ങിയിരുന്നുവെങ്കിലും അദ്ദേഹം ഇപ്പോൾ ജില്ലാ പ്രചാരണ ചുമതലയിലേക്ക് മാറിയിട്ടുണ്ട്. അതേസമയം കോട്ട കാക്കാൻ ഇടതുമുന്നണിയും കരുത്തരെയാണ് രംഗത്തിറക്കുന്നത്. നിലവിൽ ഡെപ്യൂട്ടി മേയറായ മുസാഫർ അഹമ്മദാണ് LDFന്റെ മേയർ സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ മത്സരിച്ച കപ്പക്കൽ വാർഡ് വനിതാ സംവരണമായതിനാൽ അദ്ദേഹം ഇത്തവണ കോട്ടുളി വാർഡിലേക്ക് മാറിയാണ് മത്സരിക്കുന്നത്. കൂടാതെ CPM സംസ്ഥാന സമിതി അംഗവും മുൻ MLAയുമായ A പ്രദീപ് കുമാറിന്റെ മകൾ അമിത പ്രദീപും മത്സരിച്ചേക്കുമെന്നും ഇവരെ ഡെപ്യൂട്ടി മേയർ ആക്കാൻ സാധ്യതയുണ്ടെന്നും വിവരങ്ങളുണ്ട്. A പ്രദീപ് കുമാർ ഇത്തവണ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി മാറിയതോടെയാണ് ഈ നീക്കങ്ങൾ.
തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ കോഴിക്കോട് മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. ഭർത്താവ് സച്ചിൻ ദേവ് ബാലുശ്ശേരി MLA ആയതിനാൽ അവരുടെ പ്രവർത്തന മേഖല കോഴിക്കോട്ടേക്ക് മാറിയേക്കുമെന്നായിരുന്നു വാർത്ത. എന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് മാറുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി ആര്യ രാജേന്ദ്രൻ അഭ്യൂഹങ്ങൾ നിഷേധിച്ചു. വ്യക്തിപരമായ വിവരങ്ങൾ ഉൾപ്പെടുത്തി വാർത്ത നൽകുന്നതിൽ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. BJP നില മെച്ചപ്പെടുത്തുകയും UDF ഭരണവിരുദ്ധ വികാരം മുതലെടുക്കുകയും ചെയ്താൽ LDFന്റെ ഭരണം നഷ്ടപ്പെടുകയോ തൂക്കസഭ നിലവിൽ വരികയോ ചെയ്യാനുള്ള സാധ്യത ഏറെയാണ്. അരനൂറ്റാണ്ട് കാലത്തെ കോട്ടയിൽ പഴയതുപോലെ കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് ഇടതുമുന്നണിയും തിരിച്ചറിയുന്നു.